بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തു നമൽ 66, 67, 68 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. بل ادارك علمهم في الآخرة بل ادارك അവിടെ ബൽ ഇദ്ദാറക 2 പദങ്ങൾ കൂടി ചേരുകയാണ്. ഇൽതിഖാഉ സാക്കിനൈൻ എന്ന പ്രശ്നം അവിടെ സംഭവിച്ചതുകൊണ്ട് ആദ്യത്തെ സുക്കൂനുള്ള ലാമിന് കസ്റ നൽകി ഉച്ചരിക്കുകയാണ്. തഹ്രീക്ക് എന്ന പരിഹാരം സ്വീകരിച്ചുകൊണ്ട് ബലിദ്ദാറക, ഇവിടെ റാഇന് മാത്രം തഫ്ഹീം നൽകണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. റാഇനെ തടിപ്പിക്കുക, ബാക്കി അക്ഷരങ്ങൾക്കൊന്നും തഫ്ഹീം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ബലിദ്ദാറക ബലിദ്ദാറക علمهم بل ادارك علمهم في الآخرة. علمهم എന്ന പദത്തിന് അന്ത്യത്തിൽ സാക്കിനത്തായ മീമുണ്ട്. അതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഫാ ആണ് എന്നതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. കാരണം ഫാ ഷഫവിയ അക്ഷരമാണ്, മീമും ഷഫവിയ അക്ഷരമാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട്. ബലിദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ, എല്ലാ ഹർഫുകളും കൃത്യമായി അതിന്റെ മഖ്റജിൽ നിന്ന് മൊഴിഞ്ഞുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ഫിൽ ആഖിറ, അവിടെ ഫിൽ ആഖിറ എന്ന് പലപ്പോഴും ആളുകൾക്ക് തെറ്റി ഹംസ ക്ലിയർ ആവാതെ ഉച്ചരിക്കും, അത് സൂക്ഷിക്കണം. ഫിൽ ആഖിറ, ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഹീം കൊടുക്കുക, ഇസ്തിഅലാന്റെ ഹർഫാണ്. വീണ്ടും റാഇ വരുന്നു, തഫ്ഹീം ചെയ്യുക. ഫിൽ ആഖിറ ബൽ ഹും ഫീ ശക്കിൻ മിൻഹാ, വീണ്ടും സാക്കിനത്തായ മീമും ശേഷം ഫാഉം വരുന്നു. ഇൽഹാർ ഷഫവി, സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. ഫീ ശക്കിൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻഹ എന്ന പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കും. അപ്പോൾ ബൽ ഹും ഫീ ശക്കിൻ മിൻഹ ബൽ ഹും മിൻഹാ അമൂൻ ബൽ ഹും മിൻഹ. ഹും എന്നതിലെ സാക്കിനത്തായ മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റ ഷദ്ദുള്ള മീമാക്കി ഉച്ചരിക്കുകയാണ്. ഇദ്ഗാം ഷഫവി, ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്നൊക്കെ പേര് അതിന് നൽകാവുന്നതാണ്. ബൽ ഹും മിൻഹ, മിൻഹ എന്നതിൽ നേരത്തെ പറഞ്ഞതുപോലെ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ബൽ ഹും മിൻഹാ അമൂൻ, എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം എന്നതാണ് പൊതുവിൽ സൂചിപ്പിക്കുവാനുള്ളത്. എണ്ണപ്പെട്ട തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഖാ റാ മാത്രമാണ് ഈ വചനത്തിൽ ഉള്ളത്. റാ ആവർത്തിച്ച് വന്നിട്ടുണ്ട് 2 തവണ. പിന്നെ ഖാ കസ്റുള്ള ഖാ. ബാക്കി എല്ലാ ഹർഫുകളും എന്താണ്? തർഖീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. وقال الذين كفروا وقال له
വഖാല വ എന്ന് ഇസ്തിഫാലിന്റെ ഹർഫാണ് വാവ്. തർക്കീഖാണ് അതിനുള്ളത്. രണ്ട് ചുണ്ടിൽ നിന്ന് തന്നെ അത് ഉച്ചരിക്കണം. ചിലർ തെറ്റായി താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് പറയും. അത് തെറ്റാണ്, സൂക്ഷിക്കണം. വഖാല വഖാല ഖാല എന്ന് പറയുമ്പോൾ ഖാഫിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫാണ് ഖാഫ്. അതിനെ ദീർഘിപ്പിക്കുന്നു അലിഫ് കൊണ്ട്. അലിഫിലും തഫ്ഖീം നിലനിൽക്കണം. وقال الذين كفروا الذين ذلك വ്യക്തമാക്കി ഉച്ചരിക്കുക. كفروا كفروا എന്ന് പറയുമ്പോൾ റാഇന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല, ശ്രദ്ധിക്കുക. كفروا وقال الذين كفروا أإذا كنا كفروا എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അവിടെ വാവിനെ ദീർഘിപ്പിക്കുക. أإذا كنا ഹംസകളൊക്കെയും വളരെ ക്ലിയറായി മൊഴിയണം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഐദ ഐദ എന്നൊന്നും ആയി പോകരുത്. അഇദ 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 കുന്ന ദാൽ സൂക്ഷിക്കേണ്ട അക്ഷരമാണ്. നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലുമാണ് ദാലിന്റെ മഖ്റജ്. എല്ലാ ഹർഫും കൃത്യമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അയോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന റഖാവ ഉള്ള അക്ഷരമാണ് അഇദ. أإذا كنا ترابا തുറാബൻ എന്ന് പറയുമ്പോൾ റായിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. തുറാബൻ വ തുറാബൻ വ തൻവീനും ശേഷം വാവും ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി തൻവീനിനെ വാവിൽ ലയിപ്പിച്ച് പഠിക്കണം. ترابا وآباؤنا ഇതിൽ എന്ന ദീർഘം മദ് അൽ ബദൽ എന്ന് പറയപ്പെടുന്ന ദീർഘമാണ്. അതിന് പ്രത്യേകിച്ച് ഹുക്മ് നമ്മുടെ റിവായത്തിലില്ല. 2 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം നൽകുക എന്നതാണ്. ആബാഉന എന്നതിലാണെങ്കിൽ മദ് മുത്തസിൽ വാജിബ് വരുന്നു അലിഫിന്, ബായിന്റെ അലിഫ്. നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കണം. ശേഷം ഒറ്റ പദത്തിലായിക്കൊണ്ട് അതേ പദത്തിൽ തന്നെ ഹംസ വന്നതാണ് ഈ ദീർഘമുണ്ടാവാനുള്ള കാരണം. മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത് എന്നർത്ഥം. ഇവിടെ അന്ത്യത്തിൽ വന്ന അലിഫ് ഇതിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കേണ്ടതാണ് 4-5 ഹറക്കത്തിന്റെ അളവിൽ. ഈ അലിഫിന് ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിലാണ് അഇന്ന എന്നതിലെ ഹംസ വരുന്നത്. അതുകൊണ്ട് ഇവിടെ മുൻഫസില ദീർഘമാണ് വരുന്നത്. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. നേരത്തെ സൂചിപ്പിച്ച പോലെ കഫറൂ അഇദാ കുന്ന എന്ന അതേ ദീർഘം തന്നെ, അതേ വിധി തന്നെയാണ് ഇവിടെയുള്ള ദീർഘത്തിനും. ഇന്ന ഇതിലുള്ള നൂൻ മുഷദ്ദദ ഷദ് നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിന്റെ അളവിൽ മണിക്കേണ്ടതാണ്. ലമുഖ്റജൂൻ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാന്റെ ഹർഫാണ്. അതേപോലെ റായിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ലമുഖ്റജൂൻ ലഖദ് ഉഇദ്ന ഇതിൽ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫാണ്. മറ്റക്ഷരങ്ങളൊക്കെ തർക്കീഖിന്റേതാണ്, ഇസ്തിഫാലിന്റെ ഹർഫുകളായതുകൊണ്ട്. ലഖദ് ലഖദ് ഉഇദ്ന
ഇവിടെ 2 തവണ സാക്കിനത്തായ ദാൽ വന്നിട്ടുണ്ട്. ലഖദ് ഉഈദ്ന. ഈ ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ലഖദ് ഉഈദ്ന ഹാദാ. ഹാദാ എന്ന് പറയരുത്, ഹാദാ. ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. അലിഫും ആ നിലക്ക് തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കണം. ഹാദാ ലഖദ് ഉഈദ്ന ഹാദാ നഹ്നു വആബാഉന. എല്ലാ ഹർഫുകളും വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം എന്ന് നാം സൂചിപ്പിച്ചതാണ്. നഹ്നു പ്രത്യേകം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് അതിന്റെ മഖ്റജ്, ഉത്ഭവസ്ഥാനം. വആബാഉന നേരത്തെ കഴിഞ്ഞ വചനത്തിൽ വന്ന അതേ പദം തന്നെ ഇവിടെ ആവർത്തിക്കുന്നു. ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കുക. അലിഫിനെ മിൻ ഖബ്ലു സാക്കിനത്തായ നൂനും ശേഷം ഖാഫും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം. ഖാഫ് ഇസ്തിഅലായിന്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്. അതിനു മുമ്പിൽ വന്ന സാക്കിനത്തായ നൂനിന്റെ മണിക്കലിലും തഫ്ഖീം വേണ്ടതാണ്. മിൻ ഖബ്ലു. ഖബ്ലു എന്നതിലെ ബാഹിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. മിൻ ഖബ്ലു ഇൻ ഹാദാ ഇല്ലാ അസാതീർ. ഇൻ ഹാദാ ഇതിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ശേഷം 2 തവണ മദ് മുൻഫസിൽ ജായിസ് ആവർത്തിക്കുന്നു. ഹാദാ ഇതിലുള്ള അലിഫ് അപ്രകാരം ഇല്ലാ ഈ അലിഫും ഇവ രണ്ടും മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. അസാതീറു ഇതിൽ ത്വാഇന് കസ്റാൻ കുറഞ്ഞ തഫ്ഖീം നൽകി ത്വാഇനെ ഉച്ചരിക്കുക. അന്ത്യത്തിൽ വന്ന റാഇനും തഫ്ഖീം കൊടുക്കുക. അസാതീറുൽ അവ്വലീൻ. അൽ അവ്വലീൻ വാവ് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് അവ്വലീൻ എന്ന് പറയരുത്, മറിച്ച് അൽ അവ്വലീൻ. അസാതീറുൽ അവ്വലീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بل ادارك علمهم في الآخرة بل هم في شك منها عمون. وقال الذين كفروا أإذا كنا ترابا وآباؤنا أإنا لمخرجون. لقد وعدنا هذا نحن وآباؤنا من قبل إن